കഴിഞ്ഞ ഒരാഴ്ചക്കാലം ആയി സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത ഓടിക്കൊണ്ടിരിക്കുകയാണ്. വാർത്ത എന്തെന്നാൽ ടിനു ജോർജ് എന്ന ഒരു മനുഷ്യൻ, അതിൽ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ കഴിയത്തില്ല. പണത്തിന് വേണ്ടി ദൈവനാമമെടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, സമ്പത്തുണ്ടാക്കണം, ലാവിഷായിട്ട് ജീവിക്കണം, ഇതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഈ സമ്പത്ത് വരണമെങ്കിൽ മറ്റു മാർഗങ്ങളൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ജോലി വേല ചെയ്യണം, അതും പറ്റത്തില്ല. പിന്നെ എന്താണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ജോലിയാണ് ദൈവനാമമെടുത്ത് പ്രസംഗിക്കുന്നത്. അതിലൂടെ പണമുണ്ടാക്കാമെന്ന് അവർക്ക് വലിയ തോന്നലുകൾ ഉണ്ട്. അപ്പോൾ വേറൊരു തൊഴിലിന് പോകാതെ ദൈവനാമം എടുത്ത് പ്രസംഗിച്ചാൽ പണമുണ്ടാക്കാം, പാവപ്പെട്ടവനെ പറ്റിക്കാം, കബളിപ്പിക്കാം, പല അത്ഭുതങ്ങൾ പറഞ്ഞ് അവരിൽ നിന്നും പണമുണ്ടാക്കാനൊരു വിദ്യ ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നു. അതായത് പെന്തിക്കോസ്ത് സമൂഹം ഇത് തട്ടിപ്പ് നടത്തുന്നതിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ്. അവിടെ നിന്നാണല്ലോ ഈ ജാതികൾ തലപൊക്കി വരുന്നത്. അവിടെ നിന്നാണ് ദൈവവചനമെടുത്ത് അവർ അവരുടെ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് മറ്റുള്ളവൻ്റെ പൂക്കാറ്റിൽ നിന്നും പണം എങ്ങനെ കൈക്കലാക്കാം എന്നൊരു ലക്ഷ്യമാണ് ഈ പെന്തിക്കോസ്ത് സമൂഹത്തിലെ പാസ്റ്റർമാർക്കുള്ളത്. അവരൊക്കെ ഈ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വിലകൂടിയ വാഹനങ്ങളിലും വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ തങ്ങി അവർ ആഹാരം കഴിക്കുകയും സന്തോഷിച്ച് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട വിശ്വാസികളുടെ കാശാണ് അവർ ഇങ്ങനെ കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാർഗമാണ് ക്രിസ്തുവിൻ്റെ നാമമെടുത്ത് കൊണ്ട് ഇങ്ങനെയുള്ള പണമുണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടിനു ജോർജ് അത് തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ പറഞ്ഞു, 8 കോടി രൂപ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ചർച്ച് പണിയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇവരുടെ സഭയിൽ എത്രയോ പാവപ്പെട്ടവർ കാണും. കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ, മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവർ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, അവർക്കൊരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, ആശുപത്രിയിലും ഭവനങ്ങളിലും അഭയം പ്രാപിച്ചവർ, മരുന്ന് മേടിക്കുവാൻ കാശില്ലാത്തവർ, ഒരു കിടക്കാടമില്ലാത്തവർ, ഒരു ഭവനമില്ലാത്തവർ, ഇങ്ങനെ നിരവധി ജനങ്ങൾ കഷ്ടത അനുഭവിക്കുമ്പോൾ ഇവിടെ ഈ മനുഷ്യൻ പറയുന്നു 8 കോടി ഉണ്ടെങ്കിൽ ഒരു ചർച്ച് പണിയാം എന്ന്. നീ ഒരു പാവപ്പെട്ടവന് വേണ്ടി ഒരു നേരത്തേക്കുള്ള ആഹാരത്തിന് വഴിയില്ലാത്തവന് വേണ്ടി ഒരു പിരിവ് നടത്തി നീ ഒരു 10 പേർക്ക് തെരുവിൽ കിടക്കുന്ന ആരോരും സഹായിക്കാൻ നിവൃത്തിയില്ലാതെ കടയുടെ തിണ്ണയ്ക്ക് കിടക്കുന്ന എത്രയോ പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കാൻ നീ തൻ്റെ വിശ്വാസികളോട് പറഞ്ഞ് കാശ് മേടിച്ച് ഒന്ന് ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്യും.
അപ്പോൾ ആ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയല്ല ഇവർ ഉന്നം വെക്കുന്നത്. പണം ഉണ്ടാക്കുക, സമ്പത്തുണ്ടാക്കുക, വില കൂടിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുക, വലിയ ഹോട്ടലുകളിൽ കയറി ഫുഡ് കഴിക്കുക, അങ്ങനെ ഇവർ ലാവിഷായിട്ട് അടിച്ച് പൊളിച്ച് അവരിങ്ങനെ നടക്കുകയാണ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ ഇവർക്കറിയാം ദൈവമില്ല എന്നുള്ളത് ഇവർക്ക് വളരെ വ്യക്തമാണ്. കാര്യം ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇവരെയൊക്കെ ചാട്ടവാറിന് അടിക്കുമായിരുന്നു. അപ്പോൾ ദൈവമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ അവർ ഈ അഴിമതി കാണിക്കുന്നത്. ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരുടെ ഉള്ളത്തിൽ ദൈവമില്ല. കാര്യം പിശാചാണ് അവരുടെ ഉള്ളത്തിൽ വസിക്കുന്നത്. സമ്പത്ത്, ധനം, ഇത് മാത്രമാണ് അവരുടെ ഹൃദയങ്ങളിലുള്ളത്. ഏത് രീതിയിലും പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവരിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പെന്തിക്കോസ്ത് സമൂഹത്തിൽ നിന്നാണ് ഈ തട്ടിപ്പുകളൊക്കെയും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നമുക്കല്ല, വേറെ ഒരു സഭയിൽ നിന്നല്ല ഈ തട്ടിപ്പ്. ഇപ്പം ചില സഭകളൊക്കെ അനുകരിക്കുന്നുണ്ട് പെന്തിക്കോസ്തുകാരെ. പണം ഉണ്ടാക്കുന്ന രീതികളൊക്കെ അവരും പെന്തിക്കോസ്തിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ പെന്തിക്കോസ്ത് സമൂഹത്തിലെ പാസ്റ്റർമാരെല്ലാം പണത്തിന് വേണ്ടി മാത്രം ഓടുകയാണ്. തൻ്റെ മക്കളെ നല്ല നിലയിൽ നടത്തണം, നല്ല രാജ്യങ്ങളിൽ അവരെ എത്തിക്കണം, സമ്പത്ത്, ബാങ്ക് ബാലൻസ്, ഇതെല്ലാം ഉണ്ടാക്കണം എന്നൊരൊറ്റ ലക്ഷ്യം പെന്തിക്കോസ്ത് സമൂഹത്തിന് പാസ്റ്റർമാർക്കുള്ളത്. അല്ലാതെ പാവപ്പെട്ടവൻ ഒരു നേരത്തെ ആഹാരം കൊടുക്കുവോ, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തവന് ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കുവോ, പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്നു, അവർക്ക് അതിനു വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അവരെ സഹായിക്കുക. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നിരവധി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും അനുഭവിക്കുന്ന ജനത്തിൻ്റെ മധ്യേ നിന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ ചില വ്യക്തികൾ തുറന്നു വിടുന്നത്. എനിക്ക് ക്യാൻസർ വരാതിരിക്കാൻ ഞാൻ പറഞ്ഞാൽ വരുത്തില്ല, അല്ലെ ക്യാൻസർ ഉള്ളത് ഞാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും, വിസ ലഭിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത് കിട്ടും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തെ, ഇവരുടെ വിശ്വാസികളെ പറ്റിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാർ, കുറേ ചെറുപ്പക്കാർ, അവരാണ് ഈ രീതിയിൽ നടക്കുന്നത്. അപ്പം ടിനു ജോർജ് മാത്രമല്ല, പെന്തിക്കോസ്ത് സമൂഹത്തിലെ ചില ഉയർന്ന വേലക്കാർ, അതായത് പണം ഉണ്ടാക്കാൻ വേണ്ടി, പണത്തിന് വേണ്ടി പോകുന്ന തട്ടിപ്പുകാർ ഒത്തിരിയുണ്ട്. കൊറോണ കാലത്തൊന്നും ഒതുങ്ങിയതാണ്. പിന്നെ ഇപ്പം വീണ്ടും അത് തലപൊക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാം രംഗത്ത് വന്നുകൊണ്ടിരിക്കുക, ആ ക്ഷീണം മാറ്റാൻ വേണ്ടി. അപ്പം എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ വേദപുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സങ്കീർത്തനം 15 അധ്യായത്തിൽ പറയുന്നു, യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരുള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ,
ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല. ദൈവവചനം പറയുന്നതാണ്. അപ്പം ആ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ. നമ്മളൊന്നും ആഗ്രഹിക്കരുത്, അല്ലേ? നമ്മളൊന്നും ആഗ്രഹിക്കാതെ, സമ്പത്തോ പണമോ ഒന്നും ആഗ്രഹിക്കാതെയാണ് ദൈവത്തിൻ്റെ വേലക്കാരായിത്തീരുന്നത്. ദൈവം നടത്തിക്കൊള്ളും, അല്ലെങ്കിൽ ദൈവം നമുക്ക് തരും എന്നൊരു ചിന്താഗതിയിൽ നമ്മൾ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നിന്നെയും എന്നെയൊക്കെ ദൈവം മാനിക്കും. നീ പണത്തിൻ്റെ പുറകെ ഓടിയാൽ അത് നാശത്തിലേക്ക് ചെന്ന് ഭവിക്കും. ദൈവനാമം ദുഷിക്കപ്പെടുവാൻ ഇടവരും. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. വേറൊരു ഭാഗത്ത് 14-ാം അധ്യായം അതിന് 2 പറയുന്നു സങ്കീർത്തനം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴി തെറ്റി ഒരുപോലെ കൊള്ളരുതാത്തതായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം ഭൂമിയിൽ ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം എന്ത് ചെയ്യുന്നു? നോക്കുകയാണ്. ആരുമില്ല, എല്ലാവരും വഴി തെറ്റിപ്പോയിരിക്കുന്നു. ദൈവവചനം അതാണ് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ മാതിരി പ്രവൃത്തികൾ, കൊള്ളയടിക്കുക, ദൈവത്തെ കൊള്ളയടിക്കുക, ദൈവനാമം വെച്ചുകൊണ്ട് പണം ഉണ്ടാക്കുക. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. കോട്ടയത്ത് ഒരു ഷാപ്പുണ്ട്. ആ ഷാപ്പിൽ ഭയങ്കര തിരക്കാണ്. അവിടെ വരുന്നവരൊക്കെ കള്ളു കുടിക്കാനും ആഹാരം കഴിക്കാനൊക്കെ ഉണ്ട്. ഒരു ദിവസം ഒരു ബോർഡൊക്കെ എഴുതിയ ഒരു കാറ്, ഒരു ജീപ്പ് അവിടെ വന്നു. അത് നോക്കിയപ്പോൾ കുമ്പനാട്ടുള്ള പെന്തിക്കോസ് പാസ്റ്റർമാരാണ് എല്ലാം ഈ ഷാപ്പിൽ വന്നിറങ്ങിയിരിക്കുന്നത്. അവരെല്ലാം വളരെ സന്തോഷത്തോടെ ഇറങ്ങി കയ്യും വീശി ആ ഷാപ്പിനകത്തോട്ട് കയറി. കള്ളു കുടിക്കാനാണോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാനാണോ എന്താണെന്നറിയത്തില്ല. അവരെല്ലാം അതിനകത്ത് കയറുന്നു. നേരിൽ കണ്ടവനാണ് ഞാൻ. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഞങ്ങളൊക്കെ അങ്ങ് ദൈവത്തിൻ്റെ വേലക്കാരാണ്, ഞങ്ങൾ ഉടലോടങ്ങ് സ്വർഗത്തിൽ പോകുന്നൊക്കെയാണ് ഈ പെന്തിക്കോസ് സമൂഹങ്ങളൊക്കെ പറയുന്നത്. അതിൻ്റെ ഒന്നും അഞ്ചയിലത്ത് ഇവരാരും എത്തുകയില്ല. വെറുതെ മനുഷ്യനെ പറ്റിക്കുവാൻ, ദൈവനാമം എടുത്ത് പണം ഉണ്ടാക്കുവാൻ വേണ്ടി ഈ സമൂഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അവരുടെ പ്രാർത്ഥന നമുക്ക് വേണ്ട. ഞാൻ വിചാരിച്ചാൽ ക്യാൻസർ ഇല്ലാതാകും, ഞാൻ വിചാരിച്ചാൽ വിസ കിട്ടും. ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ റെക്കോർഡ് ചെയ്തു, ഞാൻ നിങ്ങളെ അത് കേൾപ്പിക്കുന്നു? അദ്ദേഹം ഒരു മൂടനല്ലേ? മനുഷ്യൻ എന്ന് പറയാനൊക്കെ ഒരു മൂടൻ. ഇതാരാ വിശ്വസിക്കുന്നത്? കുറേ ആൾക്കാരിരുന്ന് അത് കേൾക്കുമ്പോൾ സ്തോത്രവും ഹല്ലേലൂയയൊക്കെ വിളിച്ചു പറയുക. എൻ്റെ ഫോണിൽ വിളിച്ച് കർത്താവായ ക്രിസ്തുവിന് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറൊക്കെ അറിയാം. അവിടെ നിന്നുകൊണ്ട് കർത്താവ് ടിനു ജോർജിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ തട്ടിപ്പ് ജനം തിരിച്ചറിയാതെ പോകുന്നത് കഷ്ടമാണ്. ഇത്തരക്കാരെ കൂടുന്നിടത്ത് നമ്മൾ പോകാൻ പാടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
അതുകൊണ്ട് ദൈവത്തെ വിറ്റ് കാശാക്കുന്ന ഈ സമൂഹം, അല്ലെങ്കിൽ പെന്തിക്കോസ്ത് സമൂഹം, ഇവരൊന്നും സ്വർഗത്തിലേക്കൊന്നും പോകത്തില്ല. നരകത്തിലേക്ക് ദൈവം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൂള, കത്തുന്ന ചൂള. ഇവരെ എല്ലാം പിടിച്ച് ദൈവം എന്ത് ചെയ്യുന്നറിയാം? അവസാനം തീയിലിട്ട് കത്തിക്കും. അതാണ് ഇവിടെ വരാൻ. ഇവർക്കെല്ലാം ഉള്ള ഓഹരി അതാണ്. ഇപ്പം മേഞ്ഞു, കുഴപ്പമില്ല, കാശുണ്ടാക്കിക്കും. പക്ഷേ ദൈവം അവിടെ എന്ത് ചെയ്ത്? ചൂളയ്ക്ക് ശക്തി, ചൂട് കൂട്ടിക്കൊണ്ടിരിക്കുക. അവസാനം ഇങ്ങനെയുള്ള പ്രവർത്തകരെ ദൈവം കത്തിക്കും, യാതൊരു സംശയവുമില്ല. ബൈ.